ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം മാറി കിടക്കുന്ന പ്ലോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ വരുന്നത് അങ്കമാലി കിടങ്ങൂരാണ് വരുന്നത്. കിടങ്ങൂരിനും കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് ഈ പറയുന്ന റോഡ് വന്ന് ടാറിങ് റോഡാണ് വരുന്നത്. ഈ റോഡ് കറക്റ്റ് വരുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും 200 മീറ്റർ മാത്രം വരുന്ന മെയിൻ റോഡിലേക്കാണ് വരുന്നത്. ഇനി അത് കൂടാതെ തന്നെ ഈ റോഡ് പോകുന്നതും നമുക്ക് എക്സ്ട്രാ തിരിഞ്ഞ് വരുന്ന റോഡിലേക്ക് വരുന്നത് തൊറൂർ ജംഗ്ഷനിലേക്ക് കയറി പോകുന്ന റോഡുകളിൽ ഒന്നാണ്. അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടി പാർട്ടി 5.5 സെൻറ്റ് 6 സെൻറ്റ് 8 സെൻറ്റ് 10 സെൻറ്റ് എത്ര വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കാര്യങ്ങൾ തരും. അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് 5.5 സെൻറ്റാണ് വരുന്നത്. ഈ 5.5 സെൻറ്റിൽ ഒരു കിണർ കാര്യങ്ങൾ ഓൾറെഡി കുത്തി ക്ലിയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ കിണർ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നല്ല അടിപൊളി വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന ഏരിയകളിൽ ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടി, അതിനുശേഷം തൊട്ടുപുറത്ത് വരുന്ന സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ തൊട്ടുപുറത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ 5.5 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. പാർട്ടി ചോദിക്കുന്നത് 5.25 ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് ചോദിക്കുന്നത്. കിണർ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ണീര് പോലത്തെ വെള്ളം കാര്യങ്ങൾ കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 സെൻറ്റോ 8 സെൻറ്റോ 10 സെൻറ്റോ 18 സെൻറ്റോ 20 സെൻറ്റോ നമുക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. കണ്ടോ, നിങ്ങൾ വെള്ളം നോക്കി അറിയാൻ പറ്റും. നല്ല അടിപൊളി ഏരിയ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്കമാലി ടൗണിലേക്കാണ് ഈ വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് നേരെ അങ്കമാലി ടൗണിലേക്ക് വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ സംവിധാനം ഹോസ്പിറ്റൽ സൗകര്യം നോക്കി LF ഹോസ്പിറ്റൽ, അഡ്ലക്സ് ഹോസ്പിറ്റൽ ഇതെല്ലാം തന്നെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം നിൽക്കുന്ന പ്ലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മറക്കണ്ട 5 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അതായത് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ KSRTC സ്റ്റാൻഡ്, ഹോസ്പിറ്റലുകളെല്ലാം വരുന്നുണ്ട്. അഡ്ലക്സ് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത്. അപ്പോൾ LF ഹോസ്പിറ്റലിലേക്ക് നമുക്ക് 5 കിലോമീറ്റർ ചുറ്റളവിലുമാണ് വരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വീടുകളും പ്ലോട്ടുകളും വിറ്റ് പോയതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയുക. ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അതുമാത്രമല്ല ഇതുപോലെയുള്ള വീഡിയോകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink